നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഒരു ആശ്വാസ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പുതിയ പദ്ധതിയുമായി ദുബായ് പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ചെറിയ രീതിയിലുള്ള അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങളുടെ റിപ്പയറിംഗ് ഇനി മുതൽ സൗജന്യമായി ചെയ്യാൻ അവസരമൊരുക്കുന്നതാണ് ദുബായ് പോലീസിന്റെ ഈ പദ്ധതി. ഓൺ ദി ഗോ എന്നാണ് പദ്ധതിയുടെ പേര്. ദുബായിൽ ചെറിയ രീതിയിലുള്ള അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ ഒരു ഇന്ധന സ്റ്റേഷനിൽ നിന്ന് ആക്സിഡന്റ് റിപ്പോർട്ട് ലഭ്യമാക്കിയതിന് ശേഷമാണ് റിപ്പയറിംഗിനായി എത്തിക്കേണ്ടത്. അപകടം വരുത്തിവെച്ച വാഹനം നിർത്താതെ പോവുകയോ അവർ ആരാണെന്ന് മനസ്സിലാവാതിരിക്കുകയോ ചെയ്യുന്ന കേസുകളിലാണ് ഓൺ ദി ഗോ എന്ന് വിളിക്കപ്പെടുന്ന ഈ സംരംഭത്തിൽ സഹായം ലഭിക്കുക. ഇനോക്സ് സ്റ്റേഷനുകളിലെ കാർ റിപ്പയർ ഷോപ്പായ ഓട്ടോ പ്രോയുമായി ചേർന്നാണ് എമിറേറ്റിലെ താമസക്കാർക്കായി ദുബായ് പോലീസ് ഇത്തരമൊരു പുതിയ എക്സ്പ്രസ് സേവനം ലഭ്യമാക്കുന്നത്. ഇനോക്സ് സ്റ്റേഷനുകളിൽ നിന്ന് ചെറിയ വാഹനാപകട റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ദുബായ് അധികൃതർ നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും വാഹനം റിപ്പയർ ചെയ്ത് കൊടുക്കാവുന്ന ഈ സംരംഭം പുതിയതായി ആരംഭിച്ചതാണ്. പേപ്പർ വർക്ക് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അവരുടെ കാറുകൾ നന്നാക്കാൻ ഡ്രൈവർമാരെ അനുവദിക്കുന്നതാണ് പുതിയ സംവിധാനം. ഇനോക്സ് സ്റ്റേഷനിൽ നിന്ന് അപകട റിപ്പോർട്ട് ലഭിച്ച ശേഷം ഓട്ടോ പ്രോ ഷോപ്പിലേക്ക് വാഹനവുമായി പോവുകയാണ് ആ സേവനത്തിനായി ചെയ്യേണ്ടത്. നിങ്ങളുടെ കേടായ വാഹനം അവിടെ നിന്ന് അംഗീകൃത വർക്ക്ഷോപ്പിലേക്ക് മാറ്റും. വാഹനത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷം വാഹനം ഡ്രൈവറുടെ വീട്ടിൽ എത്തിച്ചു നൽകുകയാണ് ചെയ്യുക. മുതിർന്നവർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങി ഏതാനും വിഭാഗങ്ങൾക്ക് ഈ അറ്റകുറ്റപ്പണി സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഓൺ ദി ഗോയുടെ പ്രധാന സവിശേഷത. നിരത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിയമം ലംഘിച്ച് കാർ തിരിച്ച ഡ്രൈവർ ദുബായിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ വാഹനം ഓടിക്കുന്നതിനിടെ നിയമം ലംഘിച്ച് തെറ്റായ എക്സിറ്റിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് അറിയിച്ചു. ട്രക്കുമായി കൂട്ടിയിടിച്ച കാർ നിശേഷം തകർന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. തെറ്റായ എക്സിറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രക്കുമായി കൂട്ടിയിടിച്ച് കാറിന് തീപിടിക്കുകയായിരുന്നു. കത്തിനശിച്ച കാറിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചയാളെ തിരിച്ചറിയാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 70 മീറ്റർ അകലെ റോഡ് ബാരിയറിൽ ഒരു പേപ്പർ പതിഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സർക്കാർ ഏജൻസിയിൽ നിന്നുള്ള രേഖയായിരുന്നു ഇത്. അതിൽ നിന്നാണ് വാഹന ഉടമയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.